ഹലോ, സോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മളുടെ ഫസ്റ്റ് ഗെയിം വീഡിയോ ആണ്. ഇപ്പോഴാണ് നമ്മളുടെ രണ്ട് കണ്ടസ്റ്റൻസ്. ഇത് ലക്ഷ്മി, ഇത് വർത്താന. അപ്പം നമ്മൾ ഇന്നത്തെ ഗെയിം പറയുന്നത് ഗസ് ദ ആക്ട്രസ് നെയിം ചാലഞ്ച്. ചാലഞ്ച് അല്ല, ഒരു ഗെയിമാണ്. മനസ്സിലായോ? സോ ഗെയിം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നടികളുടെ ഫോട്ടോ നിങ്ങൾ രണ്ടുപേരും കാണിക്കും. അപ്പം ഉത്തരം അറിയാവുന്നവര്, പേരറിയാവുന്നവര് ആദ്യം കൈവെക്കണം. എന്നിട്ട് ആൻസർ പറയണം. മൈനസ് പോയിന്റ് ഒന്നും ഇല്ല കേട്ടോ. പകുതി ആൻസർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. മനസ്സിലായോ? ഫുൾ നെയിം കറക്റ്റ് ആയിട്ട് പറയണം. ഫുൾ നെയിം പറഞ്ഞാൽ നിങ്ങൾക്ക് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന പേര്. ഓക്കെ. ഞാൻ ഫോട്ടോ കാണിച്ചപ്പോ ഞെട്ടിപ്പോയി. ഞാനില്ല കളിക്ക്. സോ ഉത്തരം അറിയാവുന്നവര് ആദ്യം കൈവെക്കണം. ഫൗള് കളിക്കരുത്. മനസ്സിലായോ? ഓക്കെ, രണ്ടുപേരും നോക്ക്. അറിയാവുന്നവര് കൈവെക്കാം കേട്ടോ. ലക്ഷ്മി ലക്ഷ്മിക്ക് ഒരു പോയിന്റ് ആയി. ഞാൻ യൂജനാണ്. ഇനി രണ്ടാമത്തെ ആക്ട്രസിന്റെ എന്തോ ഒരു അമ്മയാണ്. അയ്യോ, കൈവെക്കണം. അടുത്തത് എന്താ അറിയാ? പിന്നെ കാണിക്ക അടുത്തത്. അടുത്തത് കേട്ടോ. തെറ്റാലും കുഴപ്പമില്ല. തെറ്റണതൊക്കെ വ്ളോഗിൽ കോമഡി. ചാൻസ് വിട്ടുകൊടുക്കണം നടക്കില്ല കേട്ടോ. അറിയുന്നവര് കൈവെക്കുക. ശാരദാമ്മ. എനിക്കറിയില്ല, മറന്നുപോയി. ഒന്നാലും ശ്രമിക്കുക. ശ്രീരാമ. ക്ലൂ അല്ല, പേര് നിങ്ങൾക്ക് എല്ലാ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് അമ്മയായിട്ട്. നീ എന്നെ പറ. സുകുമാരി. അടുത്തത് കേട്ടോ. ഈസി ലക്ഷ്മിക്ക് 2 പോയിന്റ്, ഫർസിക്ക് ഫർസിക്ക് ഒരെണ്ണം. ഫർസിക്ക് മാത്രമേ ഒരെണ്ണം കൊടുക്കാം കേട്ടോ. ഇതാരാ? ഇത്രക്ക് ബുദ്ധി ഇപ്പൊ പറഞ്ഞത് അല്ല, 2 ഫേസും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? കേട്ടോ, ഇത് കുറച്ച് തടി കുറഞ്ഞിട്ട് ഫർസിക്ക് ഐക്യുണ്ട്. നെക്സ്റ്റ് ഇതാരാന്നറിയോ? വിരാട് കോഹ്ലിന്റെ ഭാര്യ. കൈവക്കിയായിരുന്നോ? കൈവക്കി, പക്ഷെ പേരറിയില്ല. പറയണം. ലാസ്റ്റത്തെ പേര് പറയാം. ക്ലൂ തരാട്ടോ. ക്ലൂ ഉണ്ട്, എല്ലാ കൊച്ചത്തിനും ക്ലൂ ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ പറഞ്ഞു, പക്ഷെ കൈവക്കണം. ക്ലൂ ലാസ്റ്റ് നെയിം ശർമ്മ. പിന്നെ ഈ പേരിലൊരു തമിഴ് നടി ഉണ്ട് കേട്ടോ. 10 ആക്ട്രസിന്റെ നെയിം പറഞ്ഞിട്ട് 2 ക്ലൂ കൊടുത്തു. കേട്ടോ. വിരാട് കോഹ്ലിന്റെ ഭാര്യ. അതൊക്കെ പേര് പറയണം. ക്ലൂ ഇതേ പേരില് തമിഴിലൊരു നടിയുണ്ട്. ലാസ്റ്റ് ശർമ്മ എന്നാണ് പേര്. ഇവളുടെ ശർമ്മ എന്നാണ് പേര്. ആലോചിക്ക് കിട്ടും. ദീപിക അല്ല, ദീപിക എനിക്കറിയില്ല, സത്യം അറിയില്ല. അനുഷ്ക ശർമ്മ. ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് മിണ്ടാതെ വെച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഫ്രണ്ട്. അടുത്തത് നടക്കൂല കേട്ടോ. ഹിന്ദിക്കാരിനൊക്കെ അടുത്ത് കൊടുത്തിട്ടിട്ട്. ഹിന്ദിക്കാരി നടിയല്ലേ? നിനക്ക് അറിയും. കൈവയ്ക്കോ? ആരെ കൈവയ്ക്ക? ദീപിക ഇത് കൂട്ടില്ല കേട്ടോ. ഇതും കൂട്ടില്ല. അത് ക്ലൂ കൊടുത്തിട്ടാണ്. ഇതിപ്പോ നമ്മള് എത്രാമത്തെയോ നടീനെ കാണിച്ചു. ഇതിന് പകരം ഞാൻ ലാസ്റ്റ് വേറെ ഒന്നും കൂടെ ആഡ് ചെയ്തു. ഇത് പൗള. രണ്ടുപേരും കൂടെ ഗെയിമിന്റെ റൂൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. അടുത്തത് ഇത് നടിയാണോ? അമ്മനെ പോലെ നടിയുടെ അമ്മയാണ്. ആ നടിയെ നിനക്ക് അറിയായിരിക്കും. മേലെ കീർത്തി സുരേഷിന്റെ അമ്മ. ഇത് കാ വെച്ച് തന്നെ വേറൊരു
കല്യാണിയുടെ അമ്മയാണ്. ആ കല്യാണിയുടെ അമ്മയാണ്. പേര് പേരിട്ടല്ല. 2 ലെറ്ററേ ഉള്ളൂ. ഏത് സിനിമയിൽ അഭിനയിച്ചേ? പാടം പൂത്തക്കാലം. പാടം പൂത്തക്കാലല്ലേ? അല്ല, ഈറൻ മേഘം പൂവും കൊണ്ട്. ലിസി. ലിസി പ്രിയദർശൻ. ഞാൻ അങ്ങനെ മൂവീസ് നെക്സ്റ്റ് ഞാൻ പറയാം. ഊർവശി. അത് മാത്രം ഒരു സ്കോർ കൊണ്ട് ഇത് അത് നമ്മൾ സ്ക്രീനിൽ കാണിക്കും. അടുത്തത് എന്താ ഈ പേരുണ്ടല്ലോ. ഈ ഗെയിം തുടങ്ങണതിന് മുമ്പ് വരെ ഫസ്റ്റ് ഈ പേരും പറഞ്ഞോണ്ട് നടക്കുന്നത്. ഫോട്ടോ കണ്ടതിന് ശേഷം ഫസ്റ്റ് കിട്ടിയിട്ടില്ല. ശകുന്തള. അല്ല, ഒരമ്മയാണ്. എന്തമ്മ? ഞാൻ ഇതിനെനിക്ക് അറിയാ പേര് കേട്ടത്. ശകുന്തള. ടൈം പോകുന്നു. ലാല് തുടങ്ങും, താല് അവസാനിക്കും. പേര് നാല് തുടങ്ങും. ലളിത. എന്ത് ലളിത? ലളിത. എന്ത് ലളിത? ലളിത പേര് കിട്ടിയില്ലേ? പേര് കിട്ടി. അതിന് മുമ്പിലൊരു സാധനം കൂടെ ഉണ്ട്. ലളിത. പോരട്ടെ. ലളിത. ഞാൻ വിചാരിച്ചു. എന്ത് ലളിത? പകുതി വരെ ലളിതകുമാരി. കുമാരി. അല്ല, ലളിതകുമാരി. വരണ്ടേ? ഫ്രണ്ടില് കുമാരി ലളിത ഒന്നും പറയരുത് കേട്ടോ. അവര് കൊച്ചിക്കണ പോലെ ഞാൻ പറയണേ. സാധിക്കും പ്രശ്നമില്ല കൊണ്ട് എനിക്ക് കിട്ടിയോ? ഇല്ല കേട്ടോ, അവൾക്ക് അറിയാം. തുളസി ഞാൻ പറഞ്ഞില്ലേ? ഒരു സി ലളിതയാണ്. എന്ത് സി ലളിത? എനിക്കറിയില്ല. സമയം കഴിഞ്ഞോട്ടോ. അതെ, ലളിതയില് ഇരിക്കുകയാണ്. അത് നടക്കൂല. ലളിതയ്ക്ക് ഒരു 5.5 മാർക്ക് കൊടുക്കും. ആരാ? അതെ എന്തേലും ഇവിടെ 1 മാർക്ക് ഓൾറെഡി കൊണ്ടുപോയി കേട്ടോ. അടുത്തത് നേരത്തെ നമ്മള് ആരെയാണ് നമ്മൾ ഒഴിവാക്കിയത്? ആലിഭട്ട്. അല്ല, ആലിഭട്ടല്ല, വേറെ ഏതോ ഒരു നടിയുടെ പേര് പറഞ്ഞപ്പോ കഴിഞ്ഞ വരെ വേറൊരു നടിയിലിടാൻ പോവാണ്. നമ്മൾ ലാസ്റ്റ് വേറൊരു നടീനെ പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പഴയ നടിയുടെ പേര് നിങ്ങൾ രണ്ടുപേർക്ക് ചിലപ്പോൾ അറിയണ്ടാവും, ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല. ഫസ്റ്റ് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കും ഡാൻസർ അറിയാം. ഫസ്റ്റ് ചാൻസ് ഷക്കീലല്ല, ഷക്കീലയുടെ ഫോട്ടോ ആണ് ഞാൻ ഫസ്റ്റ് നോക്കിയത്. ഷക്കീലയുടെ ഫേസ് എന്റെ മൈൻഡിലുണ്ട്, പക്ഷെ എനിക്ക് പേര് പെട്ടെന്ന് കിട്ടിയത്, അതുകൊണ്ട് ഗൂഗിളിൽ എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അല്ല, എനിക്കറിയില്ല. ക്ലൂ അല്ല, ക്ലൂ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഒരൊറ്റ സിനിമയിലെ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് ഒരു ഐറ്റം സോങ്ങിന്. പാട്ടല്ല ചോദിച്ചത്, പേര്. ഈ പേരിനെ കാണാറുള്ളൂ, പേരൊന്നും കാണാറുള്ളൂ. അങ്ങനെയില്ല, ഞാൻ മൂവീസ് ഒക്കെ കാണാറുള്ളൂ, പേരുകളൊന്നും നോക്കിയാറില്ല. പിന്നെ പഴയ നടികളായി നിനക്കറിയില്ലേ? നീ പറഞ്ഞോ? ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, സോറി ടെൻഷൻ ആവും, ടിക് ടിക് 4. എനിക്കറിയില്ല. അറിയില്ലടി. സീക്ക്, നമ്മുടെ സീക്ക് ചേച്ചി.
ഇവിടെ ഇന്ന ആൾക്കാരൊക്കെ പ്രായം എനിക്കറിയില്ല സത്യയുടെ പേരറിയാം. ഫസ്റ്റ് കാണാറുള്ളൂ, പേര് നോക്കാം. സോങ് കേട്ടിട്ടുള്ളൂ, അല്ലാണ്ട് കണ്ടാ പോലെ മതിയല്ലോ. കണ്ടാ മതിയല്ലോ, പേരറിയണ്ടല്ലോ. എന്റെ പേര് ക്ഷമിക്കുക, എനിക്ക് ആരും എന്റെ പേരെന്താ? നവ്യ. ഇവളുടെ പേര് ലക്ഷ്മി. ഞങ്ങളുടെ അറിയാട്ടോ, ഞങ്ങള് ഭയങ്കര ലക്കി ഗൈസാണ്. ഫർസിക്ക് പേരോർത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാ. നമ്മളുടെ വിന്നർ എത്ര സ്കോറാന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. മോസ്റ്റ്ലി ഒരു 9. ഞാൻ ഇത് കള്ളത്തരമാണ്. അവള് പുതിയ നടികളിനൊക്കെ എടുത്തു വെച്ചിട്ട് പുതിയ നടീനെ കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ പഴയ നടിയുടെ നടിയല്ലേ അല്ലേ? മതിയില്ലേ? ഇവൾക്ക് മനസ്സിലായില്ലേ? എനിക്കറിയില്ല. എന്നാ ഫർസിക്ക് അറിയണ ഒരു 10 നടികളുടെ പേരാണ് പഴയത്. പഴയതാണെങ്കിൽ പുതിയൊരു 10 നടികളുടെ പേര് ഫർസിക്ക് അറിയണത്. ഒന്നല്ലേ ചലഞ്ച. ഫുള്ളായി പറയണ പേര് ഫുള്ളായിട്ട് ഇനീഷ്യൽ ഒന്നും വേണ്ട. കല്യാണി പ്രിയദർശൻ. ഒന്ന് നോറ. നൂറ. അത് ബിഗ് ബോസില്. സോറി, ഇന്നലെ ബിഗ് ബോസ്. ശരി വിട്. അയ്യോ, പേരുകളൊന്നും ഇട്ടണല്ലോ. നൂറ മസ്താനി പൊടി. മസ്താനി ഇന്നലെ പോയി. പിന്നെയും കിട്ടാണ്ടായ എനിക്ക്. കല്യാണി അതിപ്പോ ലോക സിനിമ അറിയാണ്ട് മാത്രമുള്ള കല്യാണി ഓർമ്മ കിട്ടി. നിക്ക് വേറെ ഉണ്ടല്ലോ, മീനാക്ഷി. ഓക്കെ. ഏത് മീനാക്ഷി? ചെറിയ കുട്ടിനെ ടോപ്പ് സിംഗറിലെ ഇവളെ രക്ഷപ്പെടുത്തിയതാട്ടോ, കൂട്ടം വെച്ചിട്ട്. ഇവളൊക്കെ അറിയണ്ടായിരുന്നു. ഇവളൊക്കെ വായിക്കിട്ടൊരു പേര് പറഞ്ഞപ്പോ ഇവളതിട്ട്. ശരി, കാവ്യ മാധവ്. മീര ജാസ്മിൻ. ഇതൊക്കെ പഴയ നടികളെ. പറയില്ല, മിഡിലാണ്. പിന്നെ ആരാ? മഞ്ജു വാര്യർ. പിന്നെ ആരാ? പുതിയ നടികളെ പറയാനേ ഇവളിങ്ങനെ കിടന്ന് ആലോചിക്കൂ. ഇവിടെ ഞാൻ പറഞ്ഞാലോ, വേറെ ഏത് സിനിമ ആലോചിച്ചാലും കിട്ടുള്ളൂ. അത് കൊറേ ഉണ്ട്. ഭാമ. പിന്നെ ഭാവന. ഭാമ നമ്മളുടെ ഫോട്ടോയിലുണ്ടായിരുന്നു, പക്ഷെ ഇവള് കൈവക്കിയില്ല. പിന്നെ ആ ചാലഞ്ചിൽ നിന്നുള്ള ഫോട്ടോസ് നടക്കൂലട്ടാ. എനിക്ക് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഏത് സിനിമയിലും ആലോചിക്കട്ടെ. അനൂസിപ്പാറ. ജസ്രീ. അത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സോറി, നമ്മുടെ ക്ലാസ്സിൽ 9 ഞാൻ എന്നുണ്ട്. ഇവള് എന്നുള്ള പേര് കിട്ടുന്നല്ലോ. മുഖം ഓർമ്മ 2 പേര് കിട്ടുന്നില്ല. നയൻതാര. നമ്മളെ കൂട്ടു. കാജൽ അഗർവാൾ. ശരി. അതെത്ര 2 മിനിറ്റ് എടുത്തിട്ട് അവള് 10 പേര് പറഞ്ഞത്. സോ ഗൈസ്, നമ്മുടെ വിന്നർ എന്താണ്? പറ്റില്ല, പുതിയ നടികളെന്ന് പറഞ്ഞു 10 ആൾക്കാരന്. അപ്പൊ ഓക്കെ ഗൈസ്, ആകെ 2 പേരുള്ള നമ്മുടെ വിന്നർ ഇതാണ് ഗിഫ്റ്റ്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ. ഫുള്ള് സീന്. ബൈ. കാണാത്ത ഫസ്റ്റ് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ബൈ. ഇവരെ കൊണ്ട് തന്നെ അടുത്ത ചാലഞ്ച് കൊണ്ട് ഞാൻ വരും. ഓക്കെ ബൈ.